3 to 5 years ആയിട്ടുള്ള ഏതൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അതിന് ഏകദേശം ഒരു 10 മുതൽ 12% വരെ റിട്ടേൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും കിട്ടും. അതേസമയം ഇന്നലെ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഒബ്വിയസ്ലി അത് റെഡായിരിക്കും. അത് അങ്ങനെ തന്നെയാണത്. ഒന്നെങ്കിലും ഒരു 10-30 ഫണ്ടോളം കാണുന്ന ഫണ്ടുകൾ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡായിട്ട് 1-2 ഫണ്ടുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കും, ആദ്യം കാണുന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഫണ്ടിനെ അവർ കമ്പയർ ചെയ്തെടുക്കും. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫണ്ടുമായിട്ട് ചിലപ്പം റിട്ടേണിൽ നോക്കുമായിരിക്കും. നമസ്കാരം, AT ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായിട്ട് ബാങ്ക് FDയേക്കാൾ റിട്ടേൺ തരുന്ന എന്നാൽ റിസ്ക് കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മ്യൂച്വൽ ഫണ്ടും SIP ഒക്കെയാണ്. ഇന്ന് സാധാരണക്കാർക്കിടയിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അറിവ് എത്തുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ചും ആളുകളെ സംബന്ധിച്ചും ധാരാളം സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് AMFI രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള നിർബൻ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. ആദ്യം തന്നെ നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ച ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. പല ആളുകളും ഇപ്പോൾ ഒരു കൺസേൺ പറയുന്നത് മാർക്കറ്റ് ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് വോളട്ടൈലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് നോക്കുമ്പോഴും നെഗറ്റീവാണ്. കഴിഞ്ഞൊരു 1 to 2 years ഒക്കെ ആയിട്ട് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അപ്പോൾ ആളുകൾ കുറച്ച് പാനിക്കാണ്, ലൈക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ഇപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭയത്തിന് അല്ലെങ്കിൽ ആശങ്കയെ സാർ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അതായത് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഒരു കൺസേൺ ഉയർന്നു വരുന്നത്. അങ്ങനെയാണോ സാറിന് തോന്നിയിട്ടുള്ളത്? ഇത് എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ഒന്നാമത് നമ്മൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് മാത്രമായിരിക്കും ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രോബ്ലമാണ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെ മിനിമം ഒരു 3 to 5 years അതിന് കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ആകുമ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ വേണം, 12% വേണം, റിട്ടേൺ വേണം നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ കളി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്കൊരു 3 to 5 years ആണ് ഇതിന് ഒരു മിനിമം റിക്വയർമെൻറ്റ് വേണ്ടത്. അപ്പോൾ 3 to 5 years ആയിട്ടുള്ള ഏതൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അതിന് ഏകദേശം ഒരു 10 മുതൽ 12% വരെ റിട്ടേൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും കിട്ടും. അതേസമയം ഇന്നലെ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഒബ്വിയസ്ലി അത് റെഡായിരിക്കും. അത് അങ്ങനെ തന്നെയാണത്. അത് വോളറ്റാലിറ്റിയാണ് അതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ പൊതുവേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് കുറച്ചുകൂടെ സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഒന്നിലധികം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമുക്കിങ്ങനെ കുറേ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക്കോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ ഉണ്ടോ? അപ്പോൾ നമുക്കതിന് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് കുറയ്ക്കാൻ എന്താണ് നിക്ഷേപകർ ചെയ്യേണ്ടത്? നമുക്ക് ഒരു ഫണ്ട് അല്ലെങ്കിൽ 2 ഫണ്ട് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്നെങ്കിലും ഒരു 10-30 ഫണ്ടോളം കാണുന്ന ഫണ്ടുകൾ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡായിട്ട് 1-2 ഫണ്ടുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് 2ൻ്റെയും കൂടെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നമ്മൾ ആവേണ്ടത്. നമുക്ക് 30 ഫണ്ടുകൾ ആവശ്യമില്ല, എന്നാൽ ഭയങ്കരമായിട്ട് നമ്പർ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 7 ഫണ്ട് 8 ഫണ്ടിലാണ് എപ്പോഴും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ മാനേജ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നമ്പറും കൂടെ നമുക്ക് അഡീഷണൽ എടുക്കുന്നതും കുഴപ്പമില്ല. ഇപ്പോൾ പണ്ടത്തെക്കാട്ടിലുമൊക്കെ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടൊക്കെ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു 10-12 ഫണ്ടായാൽ പോലും നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാനേജിങ് ആണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഫണ്ടിൻ്റെ നമ്പർ കൂടും. പക്ഷേ 30 ഫണ്ട് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇത് ഫണ്ട് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ല. ഫണ്ടിലല്ല കാര്യം ഇരിക്കുന്നത്, ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ആ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഗ്രോത്ത് വരുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് എടുക്കുന്നു, അതിനകത്ത് തന്നെ എങ്ങനെ പോയാലും നമുക്കൊരു മിനിമം ഒരു 3 കാറ്റഗറി ഫണ്ട്സ് എങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് 3 ഫണ്ടുകളായി. ഇനി ഇക്വിറ്റി ഫണ്ടിനകത്ത് നമ്മൾ ഒരു മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രം എടുക്കുന്നു. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന
ഏതൊരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ സോഴ്സിൽ നിന്നാണ് അവർ ആ കമ്പനികളിൽ മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇങ്ങനെ കുറേയധികം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഓവർലാപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പലർക്കും അത് അറിയില്ല ഓവർലാപ്പിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ഓവർലാപ്പിംഗ് എന്താണെന്നുള്ളത് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അതോടൊപ്പം തന്നെ ഈ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന് ആ ഒരു ഇതിലേക്ക് ഞാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ട് കൂടുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ കമ്പനികളിലാണ് എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ലാർജ് ക്യാപ്പ് എടുക്കുക, ലാർജ് ക്യാപ്പിൽ ഒരു കമ്പനി എടുക്കുക, റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി. ഏത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റിലയൻസിനെ ഒഴിവാക്കി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 10 ലാർജ് ക്യാപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 10-നകത്തും റിലയൻസിലാണ് വരുന്നത്. റിലയൻസിന് ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഗ്രോത്ത് വരും. HDFCക്ക് ഗ്രോത്ത് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഫണ്ടിനും ഗ്രോത്ത് വരും. അപ്പോൾ നമ്മൾ ഒരു കാറ്റഗറി തന്നെ പല ഫണ്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. കാരണം അവിടെ ഓവർലാപ്പിംഗ് സംഭവിക്കണം. ഈ റിലയൻസ് തന്നെ വീണ്ടും 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 നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുവാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡറി ചോയ്സ് മാത്രമാണ് ഫണ്ട് എന്ന് പറയുന്നത്. കാറ്റഗറിയാണ് നമ്മൾ സ്പെസിഫിക് ആവേണ്ടത്. ആ കാറ്റഗറിയിൽ ഒരു ഫണ്ടോ 2 ഫണ്ടോ എടുത്താൽ തന്നെ നമുക്ക് എക്സ്പോഷർ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്പേഴ്സ് നമുക്കൊന്ന് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അത് ഒഴിവാക്കുക. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത്. അണ്ടർലൈങ് അസറ്റ് എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഏത് തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു അൺസർട്ടൈനിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ഫണ്ടുകളാണോ അല്ലെങ്കിൽ പാസീവ് ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നതാണോ ഏറ്റവും അനുയോജ്യം? ഇങ്ങനെ ഒരു മാർക്കറ്റിന് അനുസൃതമായിട്ട് ഒരു ഇൻവെസ്റ്റർ ഈ ആക്റ്റീവ് ഫണ്ടും പാസീവ് ഫണ്ടും ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം? ഇപ്പോൾ 2 ഇതാണ്, ആക്റ്റീവ് ഫണ്ടും ഉണ്ട് പാസീവ് ഫണ്ടും ഉണ്ട്. ആക്റ്റീവ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടൊരു ഫണ്ട് മാനേജർ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. പാസീവ് ഫണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മാനേജർ ഇല്ല, നമ്മുടെ ബെഞ്ച് മാർക്കിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആക്റ്റീവ് ഫണ്ടിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സ് എല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്ക് ആക്റ്റീവ് ഫണ്ട്സിനായിരിക്കണം കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റേണ്ടത്. പക്ഷേ നമുക്ക് 2 രീതിയിലാണ് നമ്മളിതിനെ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പല വാദങ്ങളുണ്ട്. ആക്റ്റീവ് ഫണ്ട്സ് വേണ്ട, ഇൻഡെക്സ് ഫണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് അവർക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 80% ഫണ്ടുകളും ഈ പാസീവ് ഫണ്ടിനെക്കാട്ടിലും മീൻസ് ഈ ഇൻഡെക്സ് ഫണ്ടിനെക്കാട്ടിലും കുറവായിരിക്കും എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ നമ്പർ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്, 80% തന്നെയാണ്. പക്ഷേ അത് ഏതൊരു ഇൻഡസ്ട്രി നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ബെഞ്ച് മാർക്കിന് ഒരു പാരേറ്റോ പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടാവും. 80% എല്ലാ ഫണ്ടുകളും ബെഞ്ച് മാർക്കിന് താഴെ ആയിരിക്കും. അത് വലിയൊരു വാദമല്ല. ആ 20% ആയിരിക്കും ഔട്ട് പെർഫോം ചെയ്യുന്നത്. അത് ഏത് ഇൻഡസ്ട്രിയിലും ഏത് മേഖലയും നോക്കിക്കഴിഞ്ഞാൽ ഈ പാരേറ്റോ പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 20% ഫണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആ ഫണ്ട് സെലക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതിന് കുറേ പാരാമീറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മളിപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പോവുക. ഇൻഡെക്സ് ഫണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവ് ഫണ്ട്സും ചെയ്യുക. 2 ഫണ്ട്സിൻ്റെ ഒരു കോമ്പിനേഷനിൽ പോവുക. അതല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലേക്കും പോവുക. ഇതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ നമ്പർ ഓഫ് ഫണ്ട്സിനെക്കാട്ടിലും AUM ബേസിൽ നമ്മൾ നോക്കുക. AUM ബേസിൽ നോക്കുമ്പോഴത്തേക്ക് ഈ 80-20 അവിടെയും കാണാം. 80-20 കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മിഡ് ക്യാപ്പിലെ 80% ഓഫ് AUM ഹാൻഡിൽ ചെയ്യുന്നത് ആ നേരത്തെ പറഞ്ഞ 20% ഫണ്ടുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ AUMൻ്റെ ബേസിസിൽ വേണം നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നോക്കി നമുക്ക് അതൊരു എളുപ്പവഴിയായിട്ട് തന്നെ കണക്കാക്കി അങ്ങനത്തെ ആക്റ്റീവ് ഫണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണെന്ന് മാത്രമുള്ള ഒരു ബേസിക് ഐഡിയ ഉള്ളൊരു ആളിനെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ റിട്ടേൺ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ കുറേ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ, അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ടല്ലോ. ഈ എക്സ്പേർട്ടിൻ്റെ സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുന്ന നിക്ഷേപകരെ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മറ്റ് മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്?
ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് തന്നെയാണ്, റിട്ടേൺ ബേസിലാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ എടുക്കുന്ന എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കും, ആദ്യം കാണുന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഫണ്ടിനെ അവർ ചെയ്തെടുക്കും. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫണ്ടുമായിട്ട് ചിലപ്പം റിട്ടേണിൽ നോക്കുമായിരിക്കും. അങ്ങനെ റിട്ടേൺ അല്ല ഇതിൻ്റെ ഒരു ഒരു മീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് റിട്ടേൺ അല്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിട്ടേൺ ഒന്നാമത് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട അസറ്റ്സ് ആണ്. ഏത് അസറ്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ല, ഇറ്റ്സ് ആക്ച്വലി വെഹിക്കിൾ. നമുക്ക് ആ അസറ്റിലോട്ട് എത്താൻ പറ്റുന്ന ഒരു വെഹിക്കിൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏതൊക്കെ അസറ്റ്സ് നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ അസറ്റ്സിന് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഉണ്ട്, നമുക്ക് ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ ലാൻഡ് മീൻസ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഡെപ്റ്റ് കാറ്റഗറി ഉണ്ട്, അങ്ങനെ പല അസറ്റ്സുകളുണ്ട്. ഇതിനകത്തെല്ലാം വൺ വേ ഓർ അതർ വേ നമുക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ത്രൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എല്ലാ ഇതിനകത്തും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടും ETF എന്നൊക്കെ പറയുന്നത് ഈ അസറ്റ്സ് ഏത് അസറ്റ്സിനാണോ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ ഒരു ബിഹേവിയർ ഇത് അബ്സോർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ അല്ല നമ്മൾ നോക്കേണ്ട ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ട എപ്പോഴും അസറ്റ്സിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രപ്പോർഷനാണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ ഇനി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ അസറ്റ് കോമ്പിനേഷൻ ഏത് ക്യാപ്പിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നനുസരിച്ചായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. പക്ഷേ പലരും ഫസ്റ്റ് ഈ റിട്ടേൺ മാത്രമാണ് നോക്കുന്നത്. അസറ്റ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഒബ്വിയസ്ലി വരും. എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്. എല്ലാവർക്കും 30-40 പെട്ടെന്ന് തന്നെ കോടീശ്വരനാവണം. അത് ഈ പാസീവ് ഇൻകത്തിൽ നടക്കത്തില്ല. അതിനൊരു പരിധിയുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രിയുടെ ഗ്രോത്താണ്. ഒരു 12-15%. ആ ഗ്രോത്തേ പാസീവ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഏത് അസറ്റായാലും ഇതിനൊരു ലിമിറ്റുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരു സംശയമുള്ളത്, നമുക്ക് ഈ റിട്ടേൺ നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ മസ്റ്റായിട്ടും നോക്കേണ്ടത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഫണ്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഐഡിയലായിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്? ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു 8 അല്ലെങ്കിൽ 9 മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ അനുയോജ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 8-9 ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് വിധത്തിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഡെപ്റ്റിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടിൽ എങ്ങനെയായിരിക്കണം, ഹൈബ്രിഡ് ഫണ്ടിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടിൽ എങ്ങനെയായിരിക്കണം, ഇൻഡെക്സ് ഫണ്ടിൽ എങ്ങനെയായിരിക്കണം? അങ്ങനെ ഒരു നമ്മളതൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഐഡിയൽ എന്നാണ് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ അതിന് ഗോൾ പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം കണ്ടെത്തുക എന്നുള്ളതാണ്. ടൈം ഫ്രെയിമിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 3 വർഷത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്ന അസറ്റിലേക്ക് പോകരുത്. ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റിനകത്ത് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ഇക്വിറ്റിയുടെ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് എക്സ്പോഷർ, ഹൈബ്രിഡ് ഫണ്ട്സ് ഒക്കെ സ്ലൈറ്റ് എക്സ്പോഷർ ഒരു 3 വർഷത്തിലേക്ക് ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അന്നല്ലാതെ കംപ്ലീറ്റ്ലി ഒരു കാരണവശാലും ലെസ് ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ വരരുത്. ഇനി അതല്ല 3 ഇയേഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സ് to 7 ഇയേഴ്സ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇക്വിറ്റിയെ കൊണ്ടുവരാം. അങ്ങനെ ഇക്വിറ്റിയെ കൊണ്ടുവരാം, ഇക്വിറ്റിയും നമുക്ക് ഗോൾഡും ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനത്തെ അസറ്റ്സിനെ നമ്മൾ പറയുന്നത് ഓണർഷിപ്പ് അസറ്റ്സ് അല്ലെങ്കിൽ വെൽത്ത് അസറ്റ്സ് എന്നാണ്. നമ്മൾ ഓണർഷിപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. ഗോൾഡ്, ഇക്വിറ്റി ഇതിലെല്ലാം ഓണർഷിപ്പാണ്. മറ്റേത് കടം, ലെൻഡിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതെന്ന് പറയുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അവിടെയും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 3 ഇയേഴ്സിന് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ കൂടുതൽ നമ്മൾ ഡെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ കൂടുതലും എടുക്കേണ്ടത്. 3 ഇയേഴ്സിന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ ഒരു എക്സ്പോഷർ നമുക്ക് വരേണ്ടത്. അവിടെ നമുക്ക് ഒരു 50% നമുക്ക് ഇക്വിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഒരു 10% വല്ലതും നമുക്ക് ഗോൾഡിലും ബാക്കി നമുക്ക് ഡെപ്റ്റിലും നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു വേരിയും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കൂട്ടി നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. നിങ്ങൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് നമ്മൾ ഫണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ, സജസ്റ്റ് എന്നല്ല പൊതുവേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണോ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതോ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിനാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുക? രണ്ടിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. ക്വാളിറ്റേറ്റീവ് ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടറിനും കൊടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നല്ലൊരു ഫണ്ട് മാനേജർ ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു ബേസിസ് ഉള്ളൊരു ഫണ്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ അത് പോയി, ആ ഫണ്ടിൻ്റെ ഇത് പോയി. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഫണ്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിലും നോർമലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ലെറ്റ് ദം പ്രൂവ്. മാർക്കറ്റിൽ അപ്രൂവ് ചെയ്തേക്കുന്ന ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, ഫണ്ട് ഹൗസസ് ഉണ്ട്. അപ്പോൾ അവരുള്ളപ്പം നമ്മൾ പുതിയൊരാളെ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാറ്റഗറി നമ്മൾ വെക്കുന്നത്. അതിനുശേഷമാണ് റിട്ടേൺ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് തിങ് ഓൾവേസ് നമ്മളെപ്പോഴും കൊടുക്കുന്ന ഒരു 5 years ഹിസ്റ്ററി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നത്. ദെൻ കംസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ. ആ 5 years കംപ്ലീറ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റിട്ടേൺ കൊടുക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ ഒരു ഫണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരാൾ വന്ന് ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നു, അവരെക്കാട്ടിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വി പ്രിഫർ ദ